Hello dear students, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹീപ്പ് സോർട്ടും അതുപോലെ തന്നെ റാഡിക്സ് സോർട്ടുമാണ്. ഈ രണ്ട് സോർട്ടിങ്ങുമാണ് നമ്മുടെ സോർട്ടിംഗ് ടെക്നീക്സിൽ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹീപ്പ് സോർട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതെന്താണ്? ഒരു കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അൽഗോരിതമാണ് ദാറ്റ് യൂസസ് എ ബൈനറി ഹീപ്പ് ഡേറ്റ സ്ട്രക്ചർ ടു അറേഞ്ച് എലിമെന്റ്സ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മൾ ബൈനറി ഹീപ്പിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കാണുക. അത് ഞാൻ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അപ്പോൾ ബൈനറി ഹീപ്പ് നമുക്ക് അറിയാമെങ്കിൽ ഹീപ്പ് സോർട്ട് വളരെ എളുപ്പമാണ്. ഓൾറൈറ്റ്, സോ ബൈനറി ഹീപ്പ് ഡേറ്റ സ്ട്രക്ചേഴ്സ് കണ്ടിട്ടില്ല എങ്കിൽ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. ഓൾറൈറ്റ്, സോ ജസ്റ്റ് ഒരു റീക്യാപ്പ് തരാം. ബൈനറി ഹീപ്പ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീന്റെ ടൈപ്പാണ്. അത് പേരന്റ് നോഡ്, ഇപ്പോൾ മാക്സ് ഹീപ്പ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ പേരന്റ് നോഡ് ചിൽഡ്രൻ നോഡിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കണം. മിൻ ഹീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ചിൽഡ്രൻ നോഡിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കുമ്പോഴാണ് നമ്മൾ മിൻ ഹീപ്പ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ മെമ്മറി ഒന്ന് ബ്രഷപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ട്രീ വരയ്ക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ റൂട്ട് അല്ലെങ്കിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ റൂട്ട് നോഡ് നമ്മുടെ മാക്സ് ഹീപ്പിൽ ഏറ്റവും മാക്സിമം ആയിരിക്കും. ഓൾറൈറ്റ്, മിൻ ഹീപ്പിൽ എന്തായിരിക്കും? ടോപ്പിലുള്ള അല്ലെങ്കിൽ റൂട്ടിലുള്ള നോഡ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓൾറൈറ്റ്, സോ നമ്മൾ അതിനെ എടുത്തതിന് ശേഷം എന്തായിരിക്കും? ഒരു ഹീപ്പിഫൈയിങ് പ്രോസസ്സ് നടക്കും. ഹീപ്പിഫൈയിങ് പ്രോസസ്സ് നടന്നതിന് ശേഷം എന്ത് സംഭവിക്കും? വീണ്ടും റൂട്ടിൽ വരാൻ പോകുന്ന ആരായിരിക്കും? സെക്കൻഡ് ലാർജസ്റ്റ് എലിമെന്റ് ആയിരിക്കും. മാക്സ് ഹീപ്പിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മിൻ ഹീപ്പിലാണെങ്കിൽ സെക്കൻഡ് സ്മോളസ്റ്റ് എലിമെന്റ് വരും. ഓൾറൈറ്റ്, സോ അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പൊ ഹീപ്പ് സോർട്ട് എന്തായിരിക്കും? ഹീപ്പ് സോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡർ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് വി ആർ യൂസിങ് മാക്സ് ഹീപ്പ്. ഇപ്പൊ മാക്സ് ഹീപ്പിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ടോപ്പ് മോസ്റ്റ് ഉള്ള വാല്യൂ എന്തായിരിക്കും? റൂട്ട് എന്തായിരിക്കും? ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ ജസ്റ്റ് ഏറ്റവും ലാസ്റ്റിലോട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നോഡ്സ് നമ്മൾ ഹീപ്പിഫൈ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് റൂട്ട് കിട്ടുന്നത് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് എലിമെന്റിലോട്ട് ആഡ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു സോർട്ടഡ് അറേ കിട്ടും. ഓൾറൈറ്റ്, അത് അതിന്റെ ഐഡിയ നമുക്ക് നോക്കാം. സോ ബേസിക് ഐഡിയ എന്താണ്? ഫസ്റ്റ് കൺവേർട്ട് ദ ഗിവൻ അറേ ഇൻ ടു എ ഹീപ്പ്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു അറേനെ നമുക്ക് ഹീപ്പായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുക. നമ്മൾ മാക്സ് ഹീപ്പാണ് യൂഷ്വലി ചെയ്യുന്നത്. ഓൾറൈറ്റ്, ദെൻ റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ദ റൂട്ട് എലിമെന്റ്സ്. ഓൾറൈറ്റ്, സപ്പോസ് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ നമ്മളൊരു ട്രീ പോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് അപ്പൊ ടോപ്പ് എലിമെന്റ് എന്തായിരിക്കും? മാക്സ് ഹീപ്പിൽ ഏറ്റവും ലാർജസ്റ്റ് എലിമെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ പിടിച്ചിട്ട് നമ്മൾ ഏറ്റവും നമ്മുടെ ഈ അറേയിൽ ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവയ്ക്കും. ഇത് മാറുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? ബാക്കിയുള്ള നോഡ്സിൽ ഹീപ്പിഫൈയിങ് പ്രോസസ് നടക്കും. അടുത്ത ഒരാൾ വന്ന് റൂട്ടിന് സ്ഥാനം എടുക്കും. ആ റൂട്ടിന് സ്ഥാനം എടുക്കുന്ന ആരായിരിക്കും? അഗെയിൻ ലാർജസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഓൾറൈറ്റ്, അപ്പൊ ഈ ലാർജസ്റ്റ് പേഴ്സൺ ആയിരിക്കും സെക്കൻഡ് ലാർജസ്റ്റ് അടുത്ത പൊസിഷനിൽ വരും. ഓൾറൈറ്റ്, ഇത്തരത്തിൽ നമ്മളിങ്ങനെ ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു അറേ കിട്ടും. അത് അതിന്റെ ബേസിക് ഐഡിയ. ഓൾറൈറ്റ്, സോ ദെൻ നമുക്ക് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ദെൻ റിപ്പീറ്റഡ്ലി റിമൂവ് ദ റൂട്ട് എലിമെന്റ്സ് ലാർജസ്റ്റ് എലിമെന്റ് ഫ്രം ദ ഹീപ്പ് ആൻഡ് പ്ലേസ് ഇറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി അറേ. ആഫ്റ്റർ ഈച്ച് റിമൂവൽ റീബിൽഡ് ഹീപ്പിഫൈ ദ റിമൈനിങ് എലിമെന്റ്സ്. എന്നിട്ട് റിപ്പീറ്റ് ദ പ്രോസസ് അൺടിൽ ഓൾ എലിമെന്റ്സ് ആർ സോർട്ടഡ്. വളരെ സിമ്പിൾ ഐഡിയ ആണ് ഇതിന്റെ. ഓൾറൈറ്റ്, സോ സ്റ്റെപ്സ് എങ്ങനെയായിരിക്കും? നമ്മൾ ഏറ്റവും ആദ്യം ബിൽഡ് എ മാക്സ് ഹീപ്പ് ഫ്രം ദി അറേ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ദ റൂട്ട് വിത്ത് ദി ലാസ്റ്റ് എലിമെന്റ്. ഓൾറൈറ്റ്, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ അറേ എങ്കിൽ നമ്മൾ ട്രീ എങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലാസ്റ്റ് നമ്മുടെ അറേയിൽ ലാസ്റ്റ് ഉള്ള വാല്യൂ നമ്മൾ സ്വാപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ലാർജസ്റ്റ് ആയിട്ടുള്ള എലിമെന്റ് എന്ത് വരും? ഇവിടെ വരും, ഏറ്റവും ലാസ്റ്റ് വരും. എന്നിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹീപ്പിഫൈ ചെയ്യും. ഓൾറൈറ്റ്, എന്നിട്ട് നമ്മൾ ഹീപ്പിഫൈ ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള ലാർജസ്റ്റ് എലിമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പ്ലേസ് ചെയ്യും. ഓൾറൈറ്റ്, എന്നിട്ട് ഇത് ചെയ്തതിനു ശേഷം എന്താ? ഇത് രണ്ടും നമ്മൾ എന്താ? സോർട്ടഡ് ആയി. ദെൻ ബാക്കിയുള്ള എലിമെന്റ്സ് നമ്മൾ ഹീപ്പിഫൈ ചെയ്യുമ്പോഴത്തേക്കും മാക്സ് ഹീപ്പിലാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ആ എലിമെന്റ്സിൽ നിന്ന് മാക്സിമം സംഭവം കിട്ടും. അതിനെടുത്ത് നമ്മൾ അടുത്ത നമ്മുടെ പൊസിഷനിലോട്ട് ഇടുമ്പോഴത്തേക്കും ഈ തരത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി എല്ലാ എലിമെന്റ്സും സോർട്ട് ആവുന്നവരെ നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യും. ഓൾറൈറ്റ്, സോ റെഡ്യൂസ് ദ ഹീപ്പ് സൈസ് ബൈ 1. എന്താ പറയുന്നത് ഇവിടെ?
അതായത് നമ്മൾ ഇവിടെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എലിമെന്റ്സ് നമ്മൾ എടുക്കുക, അതാണ് റെഡ്യൂസ് ദ ഹീപ്പ് സൈസ് ബൈ 1 എന്ന് പറയുന്നത്. ദെൻ ഹീപ്പിഫൈ ദ റൂട്ട് അഗെയിൻ ടു ഇത് ആക്ച്വലി ഈ രണ്ട് കാര്യങ്ങൾ ഒരേ കാര്യം തന്നെ, ഇത് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഓൾറൈറ്റ്, റിപ്പീറ്റ് അണ്ടിൽ ഓൾ എലിമെന്റ്സ് ആർ ഇൻ കറക്റ്റ് ഓർഡർ. ഓൾറൈറ്റ്, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് 5 3 17 10 84 19 6 22 9 ഇതാണ് നമ്മുടെ ഒരു അൺസോർട്ടഡ് അറേ. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ഏറ്റവും ആദ്യം ബിൽഡ് ദി മാക്സ് ഹീപ്പ്. ആഫ്റ്റർ ഹീപ്പിഫൈങ് നമുക്ക് ഇത് കിട്ടും. ആ ഹീപ്പിഫൈങ് പ്രോസസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ഹീപ്പിഫൈങ് പ്രോസസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ റെഫർ ചെയ്തിട്ട് വേണം ഇത് നോക്കാൻ. ഓൾറൈറ്റ്, സോ ഹീപ്പിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു അൺസോർട്ടഡ് അറേ ഇങ്ങനെ നമുക്ക് കിട്ടും. സോ യു ക്യാൻ സി 84 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് എലിമെന്റ് ഇവിടെ ആയിരിക്കും, റൂട്ടിലായിരിക്കും ഉള്ളത്. ഇതിന്റെ റൂട്ടും ഞാൻ ഇതിന്റെ ബൈനറി ട്രീയും ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, അതെല്ലാം ആ വീഡിയോയിൽ കവേർഡ് ആണ്. ഓൾറൈറ്റ്, സോ ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 84 എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വെക്കുക, പ്ലേസ് ചെയ്തു. യു ക്യാൻ സി 84ഉം 9ഉം എന്ത് ചെയ്തു, സ്വാപ്പ് ചെയ്തു. ഓൾറൈറ്റ്, അപ്പോൾ 84 ഏറ്റവും ലാസ്റ്റ് വന്നു. ഇനി നമുക്ക് എന്താണ് ഹീപ്പിഫൈ ചെയ്യേണ്ടത് ഇതിനെയാണ്. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും, നൗ 84 ഇസ് ഫിക്സ്ഡ് അറ്റ് ദി എൻഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹീപ്പിഫൈ ദി റിമൈനിങ് പാർട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്, 22 ആണെന്ന് തോന്നുന്നു. ഓൾറൈറ്റ്, സോ 22 ഇവിടെ വരും. എന്നിട്ട് ഈ 22നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, 22ഉം 5ഉം റീപ്ലേസ് ചെയ്യും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സീ എന്താണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഫൈനൽ നമുക്ക് ഒരു സോർട്ടഡ് ആയിട്ട് ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ കിട്ടും. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ ഹീപ്പ് സോർട്ടിന്റെ ഒരു ഐഡിയ. നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാമ്പിൾ വെച്ച് ക്ലിയർ ആയിട്ട് ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി വെക്കാം. ഓൾറൈറ്റ്, നൗ മൂവിങ് ഓൺ, റാഡിക്സ് സോർട്ട്. റാഡിക്സ് സോർട്ട് എന്താണ്? ഓൾറൈറ്റ്, ഇത് ഒരു പുതിയ ഒരു സോർട്ടിംഗ് ടെക്നിക്കാണ്, നമ്മൾ ഇതുവരെ നോക്കാത്തൊരു സോർട്ടിംഗ് ടെക്നിക്കാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണാം, പക്ഷെ നമ്മുടെ സിലബസിലും നമ്മൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. സോ റാഡിക്സ് സോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു നോൺ കമ്പാരിസൺ ബേസ്ഡ് ആണ്. നമ്മൾ ഒട്ടും കമ്പാരിസൺ ചെയ്യുന്നില്ല, കമ്പാരിസൺ ചെയ്യാതെയാണ് നമ്മൾ ഈ അൽഗോരിതം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യാതെ നമുക്ക് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യാൻ പറ്റുക? ഓൾറൈറ്റ്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡിജിറ്റ് ബൈ ഡിജിറ്റ് വൈസ് ആണ്. ഓൾറൈറ്റ്, ഇപ്പൊ നമ്മൾ 563 and 264 ആണെങ്കിൽ ഓരോ ഡിജിറ്റ് എടുക്കും. ഓൾറൈറ്റ്, ഇനി ഓരോ ഡിജിറ്റ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, അതാണ് നമ്മുടെ റാഡിക്സ് സോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓൾറൈറ്റ്, സോ നമുക്ക് ഇതിനെ വളരെ സ്ലോലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓൾറൈറ്റ്, സോ എന്താണ്, ഇറ്റ് സോർട്ട്സ് നമ്പേഴ്സ് ഡിജിറ്റ് ബൈ ഡിജിറ്റ് starting either from the least significant bit or the most significant bit. Most significant bit 563 നമ്മൾ എഴുതുവാണെങ്കിൽ least significant bit ഏതാണ്, ഇതാണ് 3 ആണ്. Most significant bit ഏതാണ്, 5 ആണ്. Alright, so നമുക്ക് ഒന്നെങ്കിൽ 3യിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ 5ൽ നിന്ന് തുടങ്ങാം. എന്താ തുടങ്ങുന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ക്ലിയർ ആവും, ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവും. ഓൾറൈറ്റ്, സോ നമ്മളിവിടെ ചെയ്യുന്നത് least significant bit നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓൾറൈറ്റ്, now എന്താണ് ഐഡിയ, sorting numbers according to each digit. Alright, then using a stable sorting method like counting sort. ഈ counting sort എന്താന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ നോക്കാം, നമ്മുടെ സിലബസിലില്ല. അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഇത് എന്താന്നുള്ള കാര്യം. സപ്പോസ് ഇതാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, 329 456 57 657 ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സപ്പോസ് ഇത് എ ആണ്. ഓൾറൈറ്റ്, അറേ എ ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇത് അൺസോർട്ടഡ് ആണ്, ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സോർട്ട് ചെയ്യണം യൂസിങ് റാഡിക്സ് സോർട്ട്. എന്താ നമ്മൾ വൈ റാഡിക്സ്? ബിക്കോസ് നമ്മൾ എന്താണ്, നമ്മൾ റാഡിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ബൈനറി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ബേസ് വാല്യൂ എന്താ 2 ആണ്. ഇപ്പൊ നമ്മൾ ഡെസിമൽ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് എന്താണ് 10 ആണ്. അതിനെ റാഡിക്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് അല്ലെ. 329 457 650 ഇതെല്ലാം എന്താണ് 839 ഇതെല്ലാം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 10 ബോക്സസ് എടുക്കണം. ഓൾറൈറ്റ്, ഇതുപോലെ 10 ബോക്സസ് അല്ലെങ്കിൽ 10 ബിൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓൾറൈറ്റ്, ഇതുപോലെ നമ്മൾ എന്താണ് ഒരു 10 ബിൻസ് ആയിട്ട് നമ്മൾ ഇതിനെ സപ്പോസ് ചെയ്യുക 0 to 9. റൈറ്റ്, നമ്മൾ ചെയ്തു 0 to 9 ഇപ്പൊ നമ്മൾ ഓക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0 to 7 8 എന്താണ് ഇതുപോലെ നമ്മൾ ബോക്സസ് ക്രിയേറ്റ് ചെയ്യണം. ഓൾറൈറ്റ്, ഇപ്പൊ നമ്മുടെ ബേസ് 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 0 to 3 ഇതുപോലെ നമ്മൾ 4 ബോക്സസ് ക്രിയേറ്റ് ചെയ്യും. ഓൾറൈറ്റ്, സോ എന്താണോ നമ്മുടെ നമ്പർ സിസ്റ്റം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ബിൻസ് ക്രിയേറ്റ് ചെയ്യും. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മളറിയാം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ടാണ് ഇതിനെ സോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഡിജിറ്റിലോട്ട് വരും, എന്നിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിലോട്ടും വരും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് എ ഓഫ് ഐ. അതായത് നമ്മൾ എ അറേന്റെ ഇത് ith എലിമെന്റ് ആണ് അല്ലെ, 0 1 2
3 4 5 6. ഓൾറൈറ്റ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോന്ന് എലിമെന്റ്സ് എടുക്കും നമ്മൾ. ഓൾറൈറ്റ്, സോ 329ന്റെ നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് 10, 329 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 329 തന്നെ. 329 നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുവാണ്, 10 നമ്മൾ ആംസ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ പാലിൻഡ്രോമും ആംസ്ട്രോങ് ഒക്കെ ചെയ്ത പോലെ നമ്മൾ എന്താണ്, ഓരോ ലാസ്റ്റ് എലിമെന്റ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് മുതൽ നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, പെർസെൻറ്റേജ്, അതായത് നമ്മുടെ റിമൈൻഡർ. ഓൾറൈറ്റ്, അപ്പം നമ്മൾ ചെയ്ത് നോക്കാം. 3 13 2 9 2s are 20. യു ക്യാൻ സി റിമൈൻഡർ എന്ത് വന്നു, 9 വന്നു. സോ നമ്മൾ എന്താ 10 വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും വരിക, നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിരിക്കും വരിക. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എലിമെന്റ് എടുത്തിട്ട് അതിനെ 10 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. റൈറ്റ്, അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് എലിമെന്റ് കിട്ടും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് 9 അല്ലേ, അപ്പൊ അത് നേരെ 9th ബിന്നിലോട്ടായിരിക്കും പോകുന്നത്. യു ക്യാൻ സി എന്ത് ഇവിടെ ഒന്ന് 329 9th ബിന്നിലോട്ട് വന്നു. ഇനി അടുത്ത എലിമെന്റിലോട്ട് നമ്മൾ പോകുന്നു. 457 അഗെയിൻ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്നാ നമുക്ക് കിട്ടുന്നത് 7 ആണ് കിട്ടുന്നത്. അത് എവിടെ പോകും, നേരെ 7th പ്ലേസിലോട്ട് വരും. യു ക്യാൻ സി 457 അവിടെ വന്നു. ഇനി 657 നമ്മൾ ചെയ്യുവാണെങ്കിൽ അതും എവിടെ വരേണ്ടതാണ്, 7th വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ മുകളിൽ ഇട്ട് കൊടുത്തു. ഓൾറൈറ്റ്, ഇത് സ്റ്റാക്ക് ആയിട്ട് കണക്കാക്കരുത്, ഇതൊരു ബിൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഓൾറൈറ്റ്, സോ 657 നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. ഇനി അടുത്ത 839 എവിടെ വരും, അതിന്റെ മുകളിൽ വെച്ചു. ഇനി 436 വരും, അത് അവിടെ വരും, 6th പൊസിഷനിലോട്ട് വരും, അവിടെ നമ്മൾ ഇട്ടു. 720 എവിടെ വരും, 0th പൊസിഷനിലോട്ട് വരും. 355 എവിടെ വരും, 5th പൊസിഷനിലോട്ടും വരും. ഓൾറൈറ്റ്, സോ എന്താണ് ഇത്രയും നമ്മൾ. ഇനി എന്താണ് നമ്മൾ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പാസ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണ്. അതെന്താണ്, നമ്മൾ സിംപ്ലി ഇതുപോലെ തന്നെ എഴുതി 720, ദെൻ യു ക്യാൻ സി 355 നമ്മൾ അടുത്തെഴുതി, 436 നമ്മൾ അടുത്തെഴുതി. ഇവിടെ നമ്മൾ ആദ്യം 657 അല്ല എഴുതേണ്ടത്, കാരണം 457 ആണ് ആദ്യം വന്നത്, അതുകൊണ്ട് 457 എഴുതി, ദെൻ 657 എഴുതി, ദെൻ യു ക്യാൻ സി 329 ആദ്യം വന്നുകൊണ്ട് 329 എഴുതി, ദെൻ 839 എഴുതി. ഓൾറൈറ്റ്, ഇത് നമ്മുടെ ഫസ്റ്റ് പാസ് ആണ്. ഓൾറൈറ്റ്, ഇനി എത്ര പാസസ് വേണം, 3 പാസസ് വേണ്ടി വരും. കാരണം എന്താണ്, 3 ഡിജിറ്റ്സ് ആണ് എല്ലാത്തിലും ഉള്ളത്. ഓൾറൈറ്റ്, അപ്പൊ ചോദിക്കാം സർ, ഇപ്പൊ ഒരു 3 ഡിജിറ്റ്സ് വന്നു, അടുത്ത 2 ഡിജിറ്റ്സ് ആണെങ്കിലോ, ഓബ്വിയസ്ലി ഇപ്പൊ ഇത് 457 പകരം 57 ആയിരുന്നെങ്കിൽ നമ്മൾ മുമ്പിൽ ഒരു 0 ആഡ് ചെയ്യും. ഓൾറൈറ്റ്, കാരണം നമുക്ക് ഹയസ്റ്റ് നമ്പർ എന്താണ്, 3 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ 3 പാസസ് ഏതായാലും നമുക്ക് പോയേ പറ്റും. ഓൾറൈറ്റ്, സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എല്ലാ നമ്പേഴ്സും 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഏതായാലും 3 പാസസ് വേണ്ടി വരും. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് പാസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ അറേ അൺസോർട്ടഡ് അറേ ഇതുപോലെ ഇരിക്കും. ഓൾറൈറ്റ്, സോ ഇതുപോലെ ഇരിക്കും. ഓൾറൈറ്റ്, സോ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ അൺസോർട്ടഡ് അറേ. ഫസ്റ്റ് പാസ് കഴിഞ്ഞിട്ട് എന്തോ ഇങ്ങനെ വന്നു. ഓൾറൈറ്റ്, ഇനി ഇത് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കും അടുത്ത പാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ബിൻസ് എല്ലാം ഇവിടെ വെച്ചു. നമ്മുടെ ഫോർമുല എന്താ, വീണ്ടും നമ്മൾ എന്താണ്, നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞല്ലോ നമ്മൾ. ഇനി നമ്മൾ എന്താണ്, ഈ 72ന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. അത് നമ്മൾ എന്താണ്, അഗെയിൻ സി 720 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എന്താണ്, യു ക്യാൻ സി 720 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡിവൈസർ എന്ന് പറയുമ്പോൾ ഈ മുകളിൽ കിട്ടുന്ന സാധനമാണ്. സോ യു ക്യാൻ സി 772 റൈറ്റ്. അപ്പൊ എന്താണ്, 2 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് 20 അപ്പൊ നമുക്ക് 72 കിട്ടി. ഇനി ആ 72ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പെർസെൻറ്റേജ് 10. സോ 72ന്റെ പെർസെൻറ്റേജ് 10 കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു ക്യാൻ സി 7 2 നമുക്ക് കിട്ടും അല്ലെ. ദാറ്റ് മീൻസ് എന്താണ് ബേസിക്കലി കിട്ടുന്നത്, നമുക്ക് സെക്കൻഡ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ AI അതായത് ഓരോ നമ്പർ ഡിവൈഡഡ് ബൈ 10, ദെൻ അതിന്റെ പെർസെൻറ്റേജ് 10 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഡിജിറ്റ് തന്നെ കിട്ടും. അപ്പൊ ഒബ്വിയസ്ലി എന്ത് കിട്ടും, എവിടെ 720 എവിടെ പോകണം. ഇനി ഫസ്റ്റ് പാസിൽ നമ്മൾ എന്താണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ എടുത്തത്. സെക്കൻഡ് പാസിൽ നമ്മൾ എന്താണ്, ഈ ഫസ്റ്റ് പാസിൽ കിട്ടിയ സംഭവത്തെ ഓരോന്നായിട്ട് നമ്മൾ സെക്കൻഡ് ബിറ്റ് വെച്ചിട്ട് നമ്മൾ ആ പൊസിഷൻസിലോട്ട് ഇടും. സോ ഇതെവിടെ വരും, സെക്കൻഡ് ബിന്നിലോട്ട് വരും. യു ക്യാൻ സി അത് ഫസ്റ്റ് പാസ് നമ്മൾ 0 എടുത്തിട്ടാണ് നമ്മൾ 0th പൊസിഷൻ. ഇത് സെക്കൻഡ് പാസ് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് പൊസിഷനിലോട്ട് ഇട്ടു. അതുപോലെ 355 ഇവിടെ വരേണ്ടതാണ്. യു ക്യാൻ സി 5th പ്ലേസിൽ 5th ബിന്നിൽ വരും. 436 ഓബ്വിയസ്ലി എവിടെ വരും, 3rd പ്ലേസിൽ വരും. 457 അഗെയിൻ എവിടെ വരും, 5th പ്ലേസിൽ തന്നെ വരും. 657 എവിടെ വരും, അഗെയിൻ ആ പ്ലേസിൽ തന്നെ വരും. 329 എവിടെ വരേണ്ടതാണ്, സെക്കൻഡ് പ്ലേസിൽ വരും. ആൻഡ് 839 എവിടെ വരേണ്ടത്, 3rd പ്ലേസിൽ വരും. ഓൾറൈറ്റ്, നൗ സെക്കൻഡ് പാസ്, ആഫ്റ്റർ സെക്കൻഡ് പാസ് നമ്മൾ എങ്ങനെ എഴുതും, അഗെയിൻ ഇതേ രീതിയിൽ ആദ്യം വന്ന ആരാണ്, 720, then 329 യു ക്യാൻ സി, then 436,
839, then എന്താണ് 355, 457 and 657. ഓൾറൈറ്റ്. സോ സെക്കൻഡ് പാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് വരും? ഇങ്ങനെ നമുക്ക് കിട്ടും. ഓൾറൈറ്റ്. തീർന്നിട്ടില്ല, ഒരു പാസും കൂടെ ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഡിജിറ്റില് നമ്മുടെ നമ്പേഴ്സിൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. ഓൾറൈറ്റ്. സോ യു ക്യാൻ സീ നമ്മൾ സെക്കൻഡ് പാസ് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ആൻഡ് നമ്മൾ തേർഡ് പാസ് ചെയ്യാൻ പോകണം. അഗെയിൻസ്റ്റ് നമ്മൾ ബിൻസ് എല്ലാം എടുത്തു വെച്ചു. നമ്മൾ തേർഡ് പാസിൽ അഗെയിൻ യു ക്യാൻ സീ ഫോർമുല എന്താ വരുന്നത്? ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്താണ്? യു ക്യാൻ സീ 720 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോഴത്തേക്ക് 720 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം 7 റൈറ്റ്. 7 + 700. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്? ഏറ്റവും കൂടുതൽ അതിനെ പെർസെന്റേജ് 10 കിട്ടുമ്പോൾ എന്ത് കിട്ടും? അത് തന്നെ കിട്ടും. ഓൾറൈറ്റ്. 7 തന്നെ കിട്ടും. സോ യു ക്യാൻ സീ നമ്മൾ തേർഡ് പാസ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ലാസ്റ്റ് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിലോട്ട് നമ്മൾ വന്നു. ഓൾറൈറ്റ്. അപ്പൊ ഈ 720 എവിടെ വരും? യു ക്യാൻ സീ ഇത് സെക്കൻഡ് പാസിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മുടെ തേർഡ് പാസ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓൾറൈറ്റ്. 720 എവിടെ വരേണ്ടതാണ്? 7th പ്ലേസിലോട്ട് വരും. യു ക്യാൻ സീ. ആൻഡ് 329 എവിടെ വരും? തേർഡ് പ്ലേസിലോട്ട് വരും. 436 എവിടെ വരും? ഫോർത്ത് പ്ലേസിലോട്ട് വരും. 839 എവിടെ വരും? എയ്ത്ത് പ്ലേസിലോട്ട് വരും. 355 എവിടെ വരും? തേർഡ് പ്ലേസിലോട്ട് വരും. 457 എവിടെ വരും? ഫോർത്ത് പ്ലേസിൽ. ആൻഡ് 657 എവിടെ വരും? 6th പ്ലേസിൽ വരും. Now you can see after third pass നമ്മൾ എന്താണ് ഇതിനെ അറേഞ്ച് ചെയ്യാണ്. അപ്പൊ എന്താണ്? 329 ആദ്യം എഴുതും. Here you can see 355 പിന്നീട് 436 കഴിഞ്ഞിട്ട് 457, 657 അത് കഴിഞ്ഞിട്ട് 720, then 839 അത് കഴിഞ്ഞിട്ട്. യു ക്യാൻ സീ ഇതെന്താണ്? ഇതൊരു അസെൻഡഡ് ഓർഡറിൽ നമുക്ക് സോർട്ടഡ് ആയി കിട്ടി. ഓൾറൈറ്റ്. പക്ഷെ ഇതെന്താണ്? ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്? നമ്മൾ കമ്പാരിസൺ ഒന്നും ചെയ്യുന്നില്ല. റൈറ്റ്. കമ്പാരിസൺ ഒന്നും ചെയ്യാതെ റാഡിക്സ് സോർട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്താണ് ബിന്നിൽ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവസാനത്തെ അസെൻഡിങ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. ഓൾറൈറ്റ്. സോ എന്തായാലും നോട്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? 3 passes are required because of 3 digits. 4 ഡിജിറ്റ്സ് ആയിരുന്നെങ്കിൽ 4 പാസസ് വേണ്ടി. എന്തിനെ? വേറൊരു പോയിന്റ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത് 0 to 9 എന്തിനാണ് നമ്മൾ പിന്നെ എടുത്തത്? ബിക്കോസ് നമ്മൾ ഏത് നമ്പേഴ്സിനെയാണ് നമ്മൾ ചെയ്യുന്നത് സോർട്ട്? ഡെസിമൽ നമ്പറിനെയാണ്. ബൈനറി നമ്പറിനെയാണ് വേണ്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്താണ്? 2 പ്ലേസസ് മാത്രം മതി. 0, 1. ഓൾറൈറ്റ്. സോ ഒക്ടൽ നമ്പർ ആയിരുന്നെങ്കിലോ 0 to 7. ഓൾറൈറ്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ 2 സോർട്ടിംഗ് ടെക്നിക്സും മനസ്സിലായി കാണും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.